ക്ലയൻറ്റിൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇത് അവിടെ റേറ്റ് കുറച്ച് കിട്ടും എന്നല്ല, അവിടെ അവർ പ്രതീക്ഷിക്കേണ്ട അവരുടെ സർവീസാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റും. മുമ്പേ ഈ പറഞ്ഞ പോലെ ഒരു ആർക്കിടെക്റ്റിൻ്റെ ജോബുണ്ട്. ഇപ്പോൾ ഒരു വീട് പണിയാൻ ഒരു മേശിരിക്ക് ഇപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് പോയി കഴിഞ്ഞാലും അവരോടൊരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് അതുപോലെയൊക്കെ തന്നെ പണിയും. പക്ഷേ ആ ഡിസൈൻ കൊടുത്ത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവുമെന്ന് പറയാൻ അവിടെ ഒരു ആർക്കിടെക്റ്റ് വേണം. വേണം. ആ സെയിം സംഭവം തന്നെയാണ് ശരിക്കും ഒരു വെഡിങ് പ്ലാനർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ ഒരു എക്സ്പെർട്ടൈസിനാണ് അവിടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു വെഡിങ്ങിന് അവർക്ക് മുമ്പേ പറഞ്ഞല്ലോ, അവർ അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ആൾക്കാരാണ് ഗസ്റ്റ് വരുന്നത്, സെലിബ്രിറ്റീസ് വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്ക് മൊത്തത്തിലൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ വേണ്ടത് ഭയങ്കര ഭീമാകാരം സാധനം. അപ്പം ഞങ്ങൾ എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരിക്കലുമല്ല. പിന്നെയും നമുക്കറിയാവുന്ന റെഫറൻസ് വഴി വന്നതായതുകൊണ്ട് ഒരു പരിധി വരെ ഒരു ബഡ്ജറ്റ് ഇട്ട് കൊടുത്തു. പ്ലസ് നമ്മളുടെ ഒരു സർവീസ് ചാർജ്. ഇപ്പോൾ ക്ലയൻറ്റ് ഭയങ്കര ഷൗട്ടിങ്, എന്തിനാണ് നിങ്ങൾക്ക് സർവീസ് ചാർജ്? നമ്മളൊരു കടയിൽ നിന്ന് സാധനം മേടിക്കാൻ പോകുമ്പോൾ ആ കടയിലെ സാധനത്തിൻ്റെ കൂട്ടത്തിൽ സാധനത്തിൻ്റെ വിലയല്ലേ എടുക്കത്തുള്ളൂ, സാധനത്തിൻ്റെ സർവീസ് ചാർജ് എടുക്കത്തില്ലല്ലോ എന്നാണ് പുള്ളിയുടെ ഒരു വാദം. അപ്പം ഞങ്ങൾ പറഞ്ഞു, സാർ ഇത് ശരിക്കും ഞങ്ങളൊരു കൺസൾട്ടൻ്റ് ആണ്. ഈ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞല്ലോ സാറിന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് സാറിനെ പഠിപ്പിച്ച് ഈ ഒരു കാര്യം നന്നായിട്ട് ചെയ്ത് അവിടെ കോർഡിനേറ്റ് ചെയ്ത് സാറിനൊരു എററും ഇല്ലാതെ തീരുന്നതിനാണ് നമ്മുടെ സർവീസ് ചാർജ്. ശരിക്കും അതാണ് ഇവന്റ് പ്ലാനേഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. അത് മേടിക്കാതെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു പ്രോപ്പർ ഇവന്റ് പ്ലാനേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. അവർ കൂടുതൽ ഡെക്കറേറ്റേഴ്സ് ആണ് ചെയ്യുന്നത്. ഇവന്റ് പ്ലാനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡിസൈനേഴ്സിന്റെ ഒരു വിങ് ഉണ്ടാവും, വെഡിങ് പ്ലാനേഴ്സിന്റെ ഒരു വിങ് ഉണ്ടാവും, എക്സിക്യൂഷൻ ആൻഡ് പ്രൊഡക്ഷൻ ടീമിന്റെ ഒരു വിങ് ഉണ്ടാവും, ഓപ്പറേഷൻ മാനേജർ ഉണ്ടാവും. ഇങ്ങനെ വരുന്നൊരു വലിയ സന്നാഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വലിയൊരു ഇവന്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇവന്റ് ഒരു എറർ ഫ്രീ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും.